بيتا أنت ساكنه ليس محتاجا إلى السرج وجهك والله حجتنا يوم يأتي الناس بالحجج ومريضا أنت ذاكره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فزمن قد كنت بغيته والسماء في أرفع الدرج باذلا في حب مهجته سامحا بالروح والمهج يا كريم الجود راحته فكفيت البحر واللجج തുടർക്കുന്ന പരിചയമുള്ള ഹാജി മുഹമ്മദ് അബ്ദുൽ ഖാദർ സാഹിബിനോട് സംസാരിക്കും. അദ്ദേഹം ഖിറാഅത്തോടുകൂടി ആരംഭം കുറിക്കുകയാണ്. ഖിറാഅത്തിന് വേണ്ടി അടിക്കൽ മജ്ലിസ് ഖുർആൻ കോളേജ് വിദ്യാർത്ഥി അഹമ്മദ് ഖാനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب ليس عليكم جناح إذا أفضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين. നിവേദകന്മാരെ ആയിരിക്കും പറയുന്നത്. നമുക്ക് തിരുവനന്തപുരത്തേക്ക് ഒരു കടലാസ് കൊടുക്കുന്ന എല്ലാവരും പോകാറുണ്ട്. തെരഞ്ഞെടുത്ത ആളുകളെ പോകാറുണ്ട്. പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ ജമാഅത്തിൽ നിന്ന് അല്ലെ ജില്ലയിൽ നിന്ന് എന്നതുപോലെ ലോകത്ത് ഇന്ന് കണക്ക് നോക്കുമ്പോൾ 20% ആളുകൾ ഹജ്ജിന് മുടക്കും മക്കത്തെത്തിയിട്ടുള്ളൂ. ഇനിയും 80% ബാക്കിയുണ്ട്. ഈ 80%ത്തിൽ നിന്ന് നിങ്ങൾ അല്ലാതെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് ഗവൺമെന്റിലെ നറുക്കെടുപ്പിലൂടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഗ്രൂപ്പിലൂടെ നിങ്ങൾ പോവുകയാണ്. അപ്പൊ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ അല്ലാഹു നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ചോദിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇതുവരെ ചെയ്തു പോയ തെറ്റുകളൊക്കെ മാപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തൊരു ഭാഗ്യമാണ് അല്ലെ? ആരാണ് ഇങ്ങനെ എത്രമാത്രം കരുണയുള്ളവരുള്ളത്? അല്ലാഹു അല്ലാതെ. അല്ലാഹു നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് അവൻ നിങ്ങൾ ചെയ്ത എല്ലാ ധിക്കാരങ്ങളും തെറ്റുകളും എല്ലാം പുറത്ത് മാപ്പാക്കി തന്നുകൊണ്ട് നിങ്ങൾ ചോദിച്ചതൊക്കെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. എന്താ നിങ്ങളെ മനസ്സിലാക്കിയില്ലല്ലേ? നിങ്ങൾ അല്ലാഹു നിങ്ങളെ ക്ഷണിച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കേണ്ടത്. അതിനാ ഞാൻ പറയുന്നത്. ഒരു ദിവസത്തിൽ 17 പ്രാവശ്യം നിർബന്ധമായി കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഫാത്തിഹ ഓതാറില്ലേ? 17 റക്അത്ത് നമസ്കരിക്കാറില്ലേ? സുന്നത്ത് പറയും. അപ്പൊ 50ഓളം പ്രാവശ്യം ദിവസത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. എന്താ പറയുന്നത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ വഴി, ചൊവ്വായ വഴി എന്ന് ഞങ്ങൾ എന്താക്കണം. വളരെ ഭാഗ്യം സിദ്ധിച്ച ആളുകളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. വയൂഫുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ അതിഥികളാണ്.
ഞാനിത് ചെറിയൊരു മുഖവുരം മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരാണ് എന്നതാണ് എൻ്റെ വിഷയം. ഹജ്ജിനും ഉംറക്കും പോകുന്ന നിങ്ങൾ ആരാണ്? ഒരു ടൂർ പോകുന്നവരാണോ? അതല്ല, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വലിയ ഭാഗ്യം സിദ്ധിച്ചുകൊണ്ട് അവൻ അങ്ങോട്ട് ക്ഷണിച്ച ആളാണോ? ചുരുങ്ങിയ വാക്കുകൊണ്ട് ഞാൻ പറയാം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളെ പഠിച്ചിട്ടുള്ളത്. ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദുആ. അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന എന്നുള്ളത് അത് തന്നെയാണ് ആരാധന. അദ്ദുആഉ മുഖുൽ ഇബാദ. ഇബാദത്ത് ദുആ എന്ന് പറഞ്ഞാൽ അത് ഇബാദത്തിന്റെ മജ്ജയാണ്. മുഖ് എന്ന് പറയുന്നത് തലച്ചോർ. ഒരു മനുഷ്യന്റെ തലച്ചോറിന് എത്ര വിലയിട്ടുണ്ട്. ഇബാദത്തിന്റെ കൂട്ടത്തിൽ അള്ളാഹു ഏറ്റവും തലച്ചോറായി വിശേഷിപ്പിച്ചു. എന്റെ പഠിക്കാൻ അറബി പഠിക്കാൻ ഞാൻ കൂടെ ചോദിക്കുന്നതാണ്. എന്റെ അറബി പഠിക്കുന്നത് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ എത്ര ലക്ഷം വേണം ചെലവാക്കും. ഖുർആനും അറബി പഠിപ്പിക്കാൻ അത് വേണ്ട. അത് ഉസ്താദ് എന്റെ ഒരു മോന് തീരെ ബുദ്ധിയില്ല, ഓനെ ഞാനാണ് മനസ്സിൽ ചേർക്കുന്നത്. ഭയങ്കര ക്ഷീണം, എന്താ പ്രയാസം കഴിച്ചു. ഇയാൾ എന്നോട് പറഞ്ഞ വാക്കാണ് പ്രയാസമേ ഉള്ളൂ. എന്റെ മകൻ പൈസ അയച്ചുകൊണ്ട് ഞാൻ പോകുന്നു, ഇത്ര ഇടങ്ങറുണ്ടെങ്കിൽ ഞാൻ പണിക്ക് വരില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു. പിന്നെ ഖേദിച്ചു, കാര്യമില്ലല്ലോ. ഇതോടുകൂടി ഹജ്ജിന്റെ ഫലം പോയി. ഹജ്ജ് ചെയ്താൽ സ്വർഗം കിട്ടുന്ന എവിടെയും പറഞ്ഞിട്ടില്ല, നിരുപാധികം പറഞ്ഞിട്ടില്ല. ഹജ്ജ് മബ്റൂറായാൽ സ്വർഗം കിട്ടുന്ന അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജിനെ സ്വർഗം കിട്ടുള്ളൂ. മബ്റൂറായാൽ മഖ്ബൂലാകും, മഖ്ബൂലായാൽ സ്വർഗം കിട്ടും. എങ്ങനെ മബ്റൂറാവാ? മബ്റൂറാകണമെങ്കിൽ അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത് ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫത വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഈ മൂന്ന് കാര്യം ഹജ്ജിന് പറ്റില്ല. റഫത്ത്, ഫുസൂഖ് അനുഗ്രഹിക്കണേ. ഞാൻ ഇത് പറഞ്ഞ മതി. وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصرنا على اعدائنا وعلى اعدائك واعداء الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات إنك مجيب الدعوات. اللهم وسع قبرهم مد البصر ببركة القرآن. اللهم آت كتابهم بأيمانهم وحاسبهم حسابا يسيرا. اللهم أظلنا وأظلهم تحت ظل عرشك يوم لا ظل إلا ظلك. واسقنا واسقهم من كأس حبيبك محمد صلى الله عليه وسلم شربة هنيئة مريئة لا يظمأ. ഒരു ബുദ്ധിമുട്ടും ഇതിലില്ല. സവാബിൽ ലേശം ശ്രദ്ധിക്കണം എന്ന് മാത്രമേ എന്ന് കരുതി ലളിതമാണെന്ന് കരുതരുത്. പക്ഷെ പിന്നെ പ്രശ്നം എന്താ അറിയോ? നമ്മുടെ മനസ്സിന്റെ സാന്നിധ്യം നഷ്ടപ്പെടും. അതാണ് പ്രശ്നം. മനസ്സാന്നിധ്യം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ഈ ബുദ്ധിമുട്ട് സഹിക്കാൻ തയ്യാറുള്ള ആൾക്കാരല്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ഇടങ്ങളിലായിട്ടോ കരിഞ്ച പിടിച്ചു വരുത്തിയിട്ട് സീറ്റ് കൂടി ഇല്ലാതെ ഇങ്ങനെയാണ് നമ്മൾ. അങ്ങനെയാണ് മനുഷ്യന്മാരങ്ങനെ. ഒരു ചെറിയ ഉപകാരം ചെയ്തു കൊടുത്താലും ശരി, എന്തെങ്കിലും ഒരു പിഴച്ചാലെന്ന് കിട്ടും പറയാം. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ ഈ സ്വഭാവം വെച്ചിട്ട് നമ്മൾ നോക്കും, ഓ ഇത് വല്ലാത്തൊരു ഇടങ്ങാറാണ് പറയുന്നത്. അത് പറയുന്നതോട് കൂടി നമ്മുടെ ഹജ്ജിന്റെ ഗുണം പോയി. എന്തേ കാരണം? നിങ്ങൾ 60, 70, 80 വയസ്സുള്ള ആൾക്കാരൊക്കെ വേണം. ഈ കാലഘട്ടത്തിനടുത്ത് നമ്മൾ ചെയ്ത സകല തെറ്റും ഒറ്റ ദിവസത്തെ ഈ പ്രവർത്തനം കൊണ്ട് പടച്ചിറപ്പ് പുറത്തു തരികയാണ്. ഒറ്റ ദിവസത്തെ പ്രവർത്തനം കൊണ്ട് സ്വർഗം കയ്യിൽ തരികയാണ്. അങ്ങനത്തെ പുണ്യപ്പെട്ടൊരു സമയത്ത് നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ ഒരു ദിവസം 24 മണിക്കൂർ സഹിക്കാൻ തയ്യാറില്ല എന്നപ്പോ പറഞ്ഞതിനർത്ഥം ഇക്കാലം വരെ പലതും ചെയ്തു. പക്ഷെ 24 മണിക്കൂർ ക്ഷമിക്കാൻ നിങ്ങൾക്ക് തയ്യാറില്ല. ഇത് ഇടങ്ങറായി തോന്നി, എന്നാ ഈ പണിക്ക് പോകണ്ട. അത് നിങ്ങൾ തോന്നിക്കല്ല, ഇബ്ലീസ് തോന്നിക്കുന്നതാണ്. ഇബ്ലീസ് തോന്നിക്കുന്നതാണ്. മനുഷ്യൻ ക്ഷീണിക്കുമെന്ന് പറയാം. മുസ്ദലിഫയിൽ പോയി മുസ്ദലിഫിന്റെ അതിർത്തിയിൽ ആ നിശ്ചിത സമയത്ത് അവിടെ നിന്നുണ്ടായത് 1 മിനിറ്റ് നിന്നാണ്.
അത്രയേ ഉള്ളൂ. കല്ല് പൊറുക്കാൻ മുത്തലിപ്പിന്ന് പൊറുക്കിയതിന് പ്രശ്നം മിനിയെന്ന് പൊറുക്കിയല്ലോ. കല്ല് എറിയാൻ ആർക്കാൻ കഴിയാത്തത്. അപ്പൊ എന്താ ഒരു പ്രയാസം? ഒന്നുമില്ല. എന്തെങ്കിലും കാണാതെ പഠിക്കാനോ? ഒന്നുമില്ല. തെൽബിയത്ത് പോലും ചൊല്ലൽ നമ്മുടെ മതത്തിൽ സുന്നത്തെ പള്ളിയിൽ വകുപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ സഴി ഒരു ബുദ്ധിമുട്ടില്ല. അറഫയിൽ പോയി വെറുതെ നിന്നാൽ ഒരു ദിക്കറും ചൊല്ലിയില്ല. അറഫയിൽ പോയിട്ട് വെറുതെ നിന്നു. അവന്റെ ശരീരം നിശ്ചിത സമയത്ത് അറഫയിൽ എത്തിയമാണ്. ഒരക്ഷരം ഉണ്ടാകാതെ അറഫയിൽ നിന്ന് പോകാനും ഹജ്ജ് ചെയ്യും. എത്രത്തോളം കിതാബുണ്ടെന്നറിയോ? അവിടെ ഓഫലത്തിൽ നിന്നാലും ഉറങ്ങിയാലും അറഫയാണെന്ന് അറിയാതെ അവിടെ പോയിട്ട് പോന്നാലും അവൻ ഹജ്ജ് കിട്ടണം. ഇനി ഹാജിമാരിലേക്ക് മാത്രം വരിക. ഹജ്ജ് എന്ന് പറഞ്ഞാൽ വളരെ ലഘുവായ പ്രവർത്തനമാണ്. നിങ്ങൾ വിചാരിച്ച പോലെ അത്ര പേടിക്കാനൊന്നുമില്ല. ശ്രദ്ധിക്കാൻ ഇവിടെ പേടിക്കാനില്ല. നല്ല ശ്രദ്ധ വേണം. എങ്ങനെ? നമ്മളിപ്പോ സ്വാഭാവികമായും ഹജ്ജിന്റെ മൊത്തം ചിത്രം പരിശോധിച്ചാൽ തവാഫ് എന്ന് പറയുന്ന ഒരു കർമ്മം ചെയ്യുമ്പോൾ ലേശം ഒന്ന് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്യണം. അത് നിസ്കാരം പോലെയാണ്. നിസ്കാരത്തിന്റെ സാധാരണ പോലെയല്ലോ. അത്തവാഫുക സ്വലാത്തി ദമ്മു കാട്ടെ പറഞ്ഞ് മനസ്സിലാക്കണം. അതേസമയത്ത് ബാക്കിയുള്ള വിഷയങ്ങളിലൊന്നും നമുക്ക് അത്ര വലിയൊരു പ്രയാസം വരുന്നില്ല. കാരണം സഴി ചെയ്യാതെ വെറുതെ നടന്നുകൊടുത്താണ്. ഒരു ലോക്കൽ നടത്തം നടത്തണം. പൊതുവും കൂടി വേണം. പൊതു വേണമെന്നില്ല. ബാക്കി മക്കൾ ഓഫിലെടുക്കാൻ പാടുന്നു. അത് അന്നാൻ്റെ അവകാശം. പള്ളിയിൽ വെച്ച് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാൻ പറയുന്നുണ്ടല്ലോ. അത് അന്നാൻ്റെ അവകാശം കൊടുത്തിരിക്കണം. ഉമ്മ എടുക്കൽ അങ്ങനെ തന്നെ. ഒരാൾ മരിച്ചാൽ അനന്തര സ്വത്ത് ഭാഗിക്കാനുണ്ട് എങ്കിൽ പൈസ എടുത്ത് തരാം. നിങ്ങൾ ഭാഗിക്കാണ്ടാവില്ല. അത് സ്വർണമായാലും ബാങ്ക് നിക്ഷേപമായാലും ഭൂമി ആയാലും കെട്ടിടായാലും അതിൽ നിന്ന് ബാപ്പാക്കോ ഉമ്മാക്കോ ഹജ്ജ് ചെയ്യാനുള്ള പൈസ നീക്കി വെക്കാതിരുന്നാൽ ആ പൈസ അവകാശികൾക്ക് വീതിച്ചെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മകനോ മകളോ അത് ഞാൻ ചെയ്തോളാം നമ്മൾ ഏറ്റെടുക്കണം. കടക്കാരൻ പറയുന്നത് പോയി വന്നിട്ട് തന്നാൽ മതി. അല്ല, അവൻ പറയണ ഈ തന്നിട്ടേ പോകാൻ പാടുള്ളൂ. ഒന്ന് തന്നിട്ട് കൊടുത്തേ പോകാൻ പാടുള്ളൂ. കടം വീട്ടാനുള്ള വഴി ഉണ്ടാവും. കടം വാങ്ങിയിട്ട് പോകണ്ട. എന്ന പോലെ നിങ്ങളുടെ വീട്ടിൽ ജോലിക്കാരുടെ വൃത്തിയാൽ അയാൾ എല്ലാവർക്കും വീട്ടിൽ കാര്യം ചെയ്യാൻ കഴിയില്ല. അയാളെ ശമ്പളം കൊടുക്കാനുള്ള പൈസയും വേണം, താമസിക്കാനുള്ള വീടും വേണം. ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഹജ്ജ് ചെയ്ത് നിർബന്ധം. ഇതൊക്കെ ഈ ഇനത്തിൽ പെടും. യുദ്ധം പൊട്ടിയാൽ പോകാൻ പറ്റില്ല. സുരക്ഷിതമുണ്ടെങ്കിൽ പോയാൽ നമ്മുടെ കുറ്റമല്ല. ഇൻകാനുസരിച്ച് എന്നുള്ള യാത്രാനുമതി വിസ വേണം. നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ കൊടുത്തിട്ടോ ഗവൺമെന്റ് കൊടുത്തിട്ടോ വിസ കിട്ടാതെ പോകാൻ പറ്റില്ല. അതും കൂടി വേണം. അഞ്ചാമത്തെ സിഹത്തുൽ ബദൻ, ശാരീരിക ആരോഗ്യമാണ്. ഇത് ശരീരം കൊണ്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ആരോഗ്യം ഈ 5 ഘടകങ്ങളുണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്യണം. ഇനി ഒരാൾക്ക് ശാരീരിക ആരോഗ്യം ഇല്ല, നല്ല പൈസ കയ്യിലുണ്ട്, ഭയങ്കര ശബ്ദങ്ങൾ ആൾക്കാർ ഡയഫ്രം കേടോ എന്തെങ്കിലും ഡെസ്കിൽ കണക്കുണ്ട്. അതുകൊണ്ടാണ്. അല്ല, എനിക്കോ ശബ്ദം കേട്ടല്ല. വളരെ നിങ്ങൾക്ക് മനസ്സിലാവില്ല പറയുന്നത്. ആരോഗ്യമുള്ള ഒരാളാണ്, അയാൾ ഹജ്ജ് ചെയ്യണം. പൈസ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ശാരീരിക ആരോഗ്യം തീരില്ല, കിടപ്പാ, പക്ഷെ അതാണ് പൈസ. അയാൾ ഹജ്ജ് ചെയ്യണം. അയാൾ ഹജ്ജ് ചെയ്യണം. പൈസയുമായി ബന്ധപ്പെട്ടതാണ്. പണമില്ലെങ്കിൽ ചെയ്യേ വേണ്ട. ആരോഗ്യം ഇല്ലെങ്കിലും പണം ഉണ്ടെങ്കിൽ ചെയ്യണം. അങ്ങനെ ചെയ്യാം. ഒരിക്കൽ നിർബന്ധമായ ഹജ്ജ് ചെയ്ത ഒരാളെ കണ്ടുപിടിച്ച് അയാൾ വിശ്വസ്തരാണ്, അയാൾക്ക് ഹജ്ജിനെ കുറിച്ച് അറിയാമെങ്കിൽ പൂർത്തിയായ ബുദ്ധിയുള്ള സ്വതന്ത്രനായ കഴിവുള്ള എല്ലാ മുസ്ലിങ്ങളും ഹജ്ജ് നിർബന്ധമാണ്. ഇതിൽ ആദ്യം പറഞ്ഞ 4 പറയേണ്ട കാര്യമില്ല. കാരണം മുസ്ലിമായ അറിയാം, മുസ്ലിമിനെ ഹജ്ജുണ്ട്. പ്രായപൂർത്തിയായ അവനെ ഹജ്ജുള്ളൂ, കുട്ടിക്ക് ഹജ്ജില്ല. ഇനി കുട്ടി സംസാരിക്കലോ, കുട്ടി വലുതായാൽ ആ ഹജ്ജ് നിർബന്ധമായ ഹജ്ജ് വിടാനാവില്ല, വേറെ ചെയ്യാം. അതുപോലെ തന്നെ ബുദ്ധി വേണം. ഭ്രാന്തന് ഹജ്ജില്ല. അതിലേക്ക് ഇൻകാനുസരിച്ച് സിഹത്തുൽ ബദൻ എന്ന് പറയും. മക്കൾ മുതലായവൾക്കും ചെലവിന് കൊടുക്കാനുള്ള വക ഉണ്ടെങ്കിലേ പോകണം. നിങ്ങൾ പോയാൽ ഭാര്യ പട്ടിണി കിടക്കും, മക്കൾ പട്ടിണി കിടക്കും, എന്നാൽ പിന്നെ നിർബന്ധമില്ല. കാലാകാലത്തേക്കുമുള്ള വിഭവം സൂക്ഷിച്ചു വെച്ച് പോകാനൊന്നും ആർക്കും കഴിയില്ല. നേരെ മറിച്ച് നിങ്ങൾ പോയി വരുന്നത് 40 ദിവസമാണ് സാധാരണ ഹജ്ജ്. അപ്പോൾ 2 മാസം കൂട്ടാൻ നമുക്ക്. ആ 2 മാസത്തേക്ക് നിങ്ങൾ ആശ്രിതം നിങ്ങൾ പട്ടിണി കിടക്കില്ല. അതിനുള്ള വിഭവം നിങ്ങളെ കയ്യിലുണ്ടോ, നിങ്ങൾക്ക് പോകാം. സാമ്പത്തിക ശേഷിയൊന്നും ആവശ്യമില്ല. നല്ല ഭൂമി കയ്യിലുള്ള ആളുകളുണ്ടാവും, കുടുംബസ്വത്തുള്ള ആളുകളുണ്ടാവും. ഈ സ്വത്തിൽ നിന്നും അത് വിറ്റിട്ടെങ്കിലും ഹജ്ജ് എന്ന് പറയുന്ന അവരവരുടെ കടമ നിർവഹിക്കണം. അത് ശേഷിച്ച് വെച്ചിട്ട് വേറെ പൈസ ബാങ്കിലുണ്ടെങ്കിലേ പോകൂ, എല്ലാ ചെലവും കഴിച്ച് ബാക്കിയുണ്ടെങ്കിലേ പോകൂ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തൊക്കെ ചെലവാണെന്ന് ചെലവാക്കേണ്ടതിന് പ്രാഥമിക ധാരണ ഹജ്ജിന് പോയിട്ടില്ലാത്തവരും കൂടി മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന് കരുതി ഒറ്റയടിക്ക് പറയാം.
സന്ദർശിച്ച് പോലും ചെരുപ്പിന്റെ വാറ് പൊട്ടിയുന്നത്, കാല് പൊട്ടിയുന്നത്, തടിയിലാളുകൾ തുട പൊട്ടിയുന്നത്, ക്ഷീണം, വേദന, ഉറക്ക്, വിശപ്പ്, ആകപ്പാട് കുട്ടി നജസിലാണ്. ആ നജസിനെ നിങ്ങൾ ചുമന്നതാണ്. ഇനി മറ്റൊരു അവസരം കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഏറ്റിപ്പിടിച്ച് തവാഫ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെറിയ കുട്ടിക്ക് കയറാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് കയറാൻ ചെയ്തു, നിങ്ങൾക്ക് കയറാൻ ചെയ്തു. കുട്ടിക്ക് കയറാൻ ചെയ്തെങ്ങനെ? ചെറിയ കുട്ടിയാണ്, കുട്ടി കയറാൻ ചെയ്തെന്ന് അറിയില്ല. അപ്പൊ ഉമ്മ ബാപ്പാന്റെ സമ്മതത്തോടു കൂടി, അല്ലെങ്കിൽ ബാപ്പാന്റെ സമ്മതം, രക്ഷിതാവിന്റെ സമ്മതത്തോടു കൂടി മാത്രമേ ചെറിയ കുട്ടി കയറാൻ ചെയ്യിക്കാവുന്നതാണ്. അത് സാമ്പത്തിക ചെലവുള്ള കാര്യമായതുകൊണ്ട് രക്ഷിതാവ് അറിയണമെന്നാണ്. അപ്പൊ രക്ഷിതാവിന്റെ സമ്മതത്തോട് കുട്ടിക്കൊണ്ട് തവാഫ് ചെയ്യുമ്പോൾ കുട്ടിക്ക് വേണം തവാഫ്, നിങ്ങൾക്ക് വേണം തവാഫ്, നിങ്ങളും കയറാൻ വരാം. മനസ്സിലാവുന്നോ? രണ്ടാം കൂടി തവാഫ് കിട്ടില്ല. രണ്ടാം കൂടി وجهك والله حجتنا يوم يأتي الناس بالحجج ومريض
ساكنه ليس محتاجا إلى السرج وجهك والله حجتنا يوم يأتي الناس بالحجج ومريضا أنت ذاكره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فزمن قد كنت بغيته والسماء في أرفع الدرج باذلا في الحب مهجته سامحا بالروح والمهج يا كريم الجود راحته فكفيت البحر واللجج $550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT Temcor FE 550D Steel Bar. City Gold, Gold and Diamonds, Kerala and Karnataka.